നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. വഖഫ് ബിൽ ഇന്ന് കേന്ദ്രത്തിൽ അവതരിപ്പിക്കും. പക്ഷേ വഖഫ് ബില്ലിൽ ക്രിസ്തീയ സഭകൾ അല്പം കൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രതികരിക്കേണ്ടതില്ലേ? കുറച്ചു കാലങ്ങളായി വഖഫ് ബിൽ വിഷയത്തിൽ ജാഗ്രതയോടെയും സാമൂഹ്യ രാഷ്ട്രീയ പ്രതിബദ്ധതയോടെയും പ്രതികരിച്ച ക്രിസ്തീയ സഭകൾ അഥവാ അവരുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങൾ സ്വാർത്ഥതാജഡിലം മാത്രമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസം അവരുടെ പ്രതികരണം വന്നത് വഖഫ് ബിൽ പൂർണ്ണമായ രീതിയിൽ തങ്ങളുടെ താല്പര്യമോ പിന്തുണയോ അർഹിക്കുന്നില്ല, മുനമ്പം എന്ന ഒറ്റ വിഷയ പരിഹാരത്തിനുള്ള കാര്യങ്ങളിൽ മാത്രമേ സഭയ്ക്ക് താല്പര്യമുള്ളൂ എന്നതാണ്. മുനമ്പം പോലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങൾ പേറുന്ന നിരവധി നീതി നിഷേധങ്ങളും നിയമം ദുരുപയോഗിച്ചിട്ടുള്ള കയ്യേറ്റങ്ങളും രാജ്യമെമ്പാടും ഒഴിവാക്കാൻ ഇരകളായ ഓരോ ജനതയുടെയും പ്രയാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വഖഫ് ബിൽ കൊണ്ടുവരുന്നത്. എന്നിരിക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എന്തായാലും ശരി, അത്തരം കാര്യങ്ങളോട് ഐക്യദാർഢ്യം പുലർത്തുന്ന പ്രതിബദ്ധതയൊന്നും നമ്മുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാട് അപലനീയവും നിലവാരം കുറഞ്ഞതുമാണ്. ഇതാണ് നിലപാടെങ്കിൽ മറ്റിരകൾ എന്തിന് നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം? രാഷ്ട്രീയമായി പല തോണിയിൽ കാലുവെച്ച് പോക്കിനുള്ള മുന്നൊരുക്കമാണിത്. ഇതൊന്നും ഒരു വൺ വേ ട്രാഫിക് അല്ല. അതൊന്നും പാടില്ല. അനീതിക്കെതിരെ നിങ്ങൾക്ക് ഐക്യദാർഢ്യം വേണമെങ്കിൽ സമാനമായ ഇരകളോട് നിങ്ങൾക്കും അത് വേണ്ടതല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വേള ഇത് പാസ്സായില്ലെങ്കിൽ തന്നെ എന്ത് എന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? ആയതിനാൽ സഭ പൂർണ്ണമായ അർത്ഥത്തിലും രീതിയിലും തന്നെ വഖഫ് ബില്ലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നതാണ് പാകതയുള്ള നിലപാട് എന്നതാണ് അഭിപ്രായം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.